ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 41. വാട്ട് ഹാപ്പൻഡ്? ഒന്നും മനസ്സിലാകാതെ മിലിക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന തോന്നലോടെ കരഞ്ഞുകൊണ്ടാണ് അമേലിയ അത് ചോദിച്ചത്. ആരാ ഈ കുട്ടി? ഡോക്ടർ കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെൻ്റെ സിസ്റ്ററാണ്. ഇവൾക്ക് മലയാളം അറിയില്ല. മിലിയുടെ അടുത്തേക്ക് ഓടും മുൻപേ അലോഷി വിളിച്ചു പറഞ്ഞു. എന്തിനാ കരയുന്നേ? നിന്റെ അലോഷി ഒരു ഫാദറാകാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ ഇംഗ്ലീഷിൽ ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞപ്പോൾ അമേലിയ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഡോക്ടറുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അലോഷിക്ക് പുറകെ പാഞ്ഞു. അയ്യേ, എന്തുവാടേ പെങ്ങളെ ഇത്? ഞങ്ങളൊന്ന് റൊമാൻറ്റിക്കട്ടെ. എൻ്റെ പെണ്ണ് എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുകയാ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ പാടുണ്ടോ? അലോഷി മിലിയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന അമേലിയെ നോക്കി അലോഷി ചോദിച്ചു. അതിന് ഞാനെന്നാ വേണ്ടത്? നീ നിന്റെ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് അത്ര വലിയ കാര്യമാണോ? ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും വലിയ കാര്യമല്ല. അവിടെ ആരെ വേണമെങ്കിലും പബ്ലിക്കായിട്ട് കിസ് ചെയ്യാം. പിന്നെയാ നിന്റെ ഒരു ഓഞ്ഞ കിസ്. അമേലിയെ കൂസലില്ലാതെ പറഞ്ഞപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരാൾ തനിക്കരികിൽ നിൽക്കുന്നത് മിലി ശ്രദ്ധിച്ചത്. ഇച്ചായ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മീരമ്മ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുകൂടി ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നമ്മൾ മാത്രം മതി. എൻ്റെ പപ്പയും വേണ്ട, നിന്റെ അമ്മയും വേണ്ട. അലോഷിയുടെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് മിലി വിതുമ്പി. എൻ്റെ അമ്മ, അവർ പാവമ്മ മിലി. എന്നെ വളർത്താൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലിയാക്കി മാറ്റിയ എൻ്റെ പാവം അമ്മ. അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എല്ലാം എൻ്റെ തെറ്റാ. ഒക്കത്തിനും കാരണം നിന്റെ ഡാഡിയാ. എനിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി എനിക്കൊരു വാക്ക് തരണം. അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ കൈനീട്ടി. പിന്നെ സാവധാനം തുടർന്നു. അയാൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അയാൾ നമ്മളെയും നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. മിലിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അലോഷി പൊട്ടിക്കരഞ്ഞു. ഒന്നും മനസ്സിലാകാതെ മിലി അമ്പരപ്പോടെ അവനെ നോക്കി. മോനെ, ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ. ഈ അമ്മയ്ക്ക് ജീവിതത്തിൽ പറ്റിപ്പോയ ഒരേ ഒരു തെറ്റാണ് ഇവളുടെ ഡാഡി. ഇനി അയാളുടെ അടുത്തേക്ക് ഈ അമ്മയ്ക്കൊരു മടക്കമില്ല. ഇനിയുള്ള കാലം ഏതെങ്കിലും അനാഥാലയത്തിൽ ജീവിതം ജീവിച്ചു തീർത്തുകൊള്ളാം. ഈ ദുഷ്ടന്റെ ഒപ്പം ഇനി വേണ്ട. ഡോക്ടർക്കൊപ്പം അവിടേക്ക് വന്ന മിലിയുടെ അമ്മ അത് പറയുമ്പോൾ മിലി ഞെട്ടലോടെ അവരെ നോക്കി. മിലിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഗൈനക്കോളജി അപ്പോയിൻമെന്റ് കൂടി എടുത്തിട്ട് പോയിക്കോളൂ. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരിഞ്ഞു നടന്നു. അല്പസമയത്തിന് ശേഷം അവർ എമർജൻസിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആൽബി അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഭാവം മാറിയിരിക്കുന്നത് കണ്ട് അയാൾ ഒന്ന് പതറി. ശരി മക്കളെ, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അത് പറഞ്ഞുകൊണ്ട് ആൽബിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അമേലിയെ ചേർത്ത് പിടിച്ച് മിലിയുടെ അമ്മ പുറത്തേക്ക് നടന്നു. അലോഷി, ഇവൾക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന അലോഷിയെ കണ്ടപ്പോൾ അമൽ വല്ലാത്ത ആകുലതയോടെ ചോദിച്ചു. അയ്യേ, ഈ ചെറുക്കൻ്റെ ഒരു ചോദ്യം. ഇത് പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള കാര്യമാ. നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പിള്ളേര് മിണ്ടാതെ ഒരു മൂലക്കിരിക്കാൻ നോക്ക്. ഡാനിക്ക് നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമേലിയ അമലിനെ കളിയാക്കി. ആ തമാശയിലും അലോഷിയുടെ ഉള്ളിലെ പിരിമുറുക്കം വിട്ടുമാറിയിരുന്നില്ല. 2 വാഹനങ്ങളിലായിട്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. ഒന്ന് അമലിൻ്റെതും മറ്റത് ആൽബിയുടേതും. ഒരക്ഷരം പോലും മിണ്ടാതെ ആൽബിയുടെ വാഹനത്തിലേക്ക് കയറുമ്പോൾ അലോഷി ചിലതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആൽബിയുടെ ഓരോ ചലനങ്ങളും അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ അലോഷി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു. മിലി, ഈ സാഹചര്യത്തിൽ നിന്നെ വേദനിപ്പിക്കുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് ഏറ്റവും ശരിയായ കാര്യമാണ്. ഒരു വശത്ത് തൻ്റെ പെങ്ങളെയും മറുവശത്ത് ഭാര്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് അലോഷി പറഞ്ഞു. അലോഷി, നീ എന്തിനാ ഇവരെ ഇവിടേക്ക് ക്ഷണിച്ചത്? വീണ്ടും നിന്റെ അമ്മ എന്തൊക്കെയോ നാടകം കളിക്കാൻ പോകുന്നതാണ്. ഇവർ ഇത്ര ദൂരെ നിന്നും അവരെ അന്വേഷിച്ചു വരണമെങ്കിൽ നിനക്ക് തന്നെ മനസ്സിലാകും അവൾ എത്രമാത്രം മോശം സ്ത്രീയായിരുന്നുവെന്ന്. ആൽബി വല്ലാത്ത ദേഷ്യത്തോടെ ചോദിച്ചു. ശബ്ദിച്ചു പോകരുത്. അലോഷി അത് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഇനി എൻ്റെ അമ്മയെപ്പറ്റി ഒരു വാക്ക് നീ പറഞ്ഞാൽ നിന്റെ ആ പുഴുത്ത നാക്ക് ഞാൻ പിഴുതെറിയും. ഈ നിമിഷം നിർത്തിക്കൊള്ളണം നിന്റെ നാടകങ്ങൾ. എനിക്കെല്ലാം മനസ്സിലായി.
ഇത്രയേറെ ദ്രോഹിക്കാനും മാത്രം എൻ്റെ പാവ അമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അത് പറയുമ്പോൾ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആൽബി ഒരു നിമിഷം പകപ്പോടെ ചുറ്റും നോക്കി. പിന്നെ അവൻ്റെ മുഖത്തെ ഭാവം മാറി. ഒരു ക്രൂരമായ ചിരിയോടെ അയാൾ തുടർന്നു. ഓഹോ, അപ്പോൾ താൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അതേടാ, ഞാൻ ഇതുവരെ കളിച്ച കളിയിൽ എല്ലാവരും വീണു. പക്ഷേ ഇനി അങ്ങോട്ട് ഇവിടെ എനിക്ക് നിലനിൽപ്പില്ല. അപ്പോൾ പിന്നെ ഇതുകൂടി കേട്ടോ. അയാൾ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തുടർന്നു. പഠിക്കുന്ന കാലം മുതലേ നിന്റെ അമ്മ എൻ്റെ സ്വപ്നസുന്ദരിയാ. അപ്പോഴൊക്കെ അവൾക്ക് അവളുടെ കിച്ച് മാത്രം മതിയായിരുന്നു. നിഴല് പോലെ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു അവളെ ഒറ്റയ്ക്കൊന്ന് കിട്ടാനായി മാത്രം. അപ്പോഴും അവളൊട്ടും മാറിയിരുന്നില്ല. പിന്നെ ആ ഫോട്ടോ, അത് ഞാൻ നിന്റെ അപ്പന് കൊടുക്കാനായി എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കവനെ കണ്ടെത്താൻ പറ്റിയില്ല. അവൻ എവിടെയോ മറഞ്ഞിരിക്കുകയായിരുന്നു. ഒടുവിൽ അവളെ വിട്ടുകളയാൻ തീരുമാനിച്ചിരുന്ന സമയത്താണ് മിലിയിലൂടെ എനിക്ക് അവളിലേക്ക് എത്താൻ ഒരു അവസരം കൂടി കിട്ടിയത്. അവൾ നിന്റെ അമ്മയാണെന്നറിഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചത്. വിഡ്ഢിയാണവൾ. സ്വന്തം മകൻ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവൾക്ക് വലുത് അവളുടെ അഭിമാനമായിരുന്നു. നിന്നെയൊന്നും എനിക്ക് വേണ്ടടാ. അത് പറഞ്ഞുകൊണ്ട് ആൽബി ഒരു ഭ്രാന്തനെ പോലെ വാഹനവും എടുത്ത് അവിടെ നിന്നും പാഞ്ഞുപോയി. അയാൾ പോയ വഴിയിലേക്ക് നോക്കി എല്ലാവരും തരിച്ചിരുന്നു. എൻ്റെ ഈശോയെ, ഈ ലോകത്ത് ഇങ്ങനെയും ആളുകളോ? ജോസഫ് മുകളിലേക്ക് നോക്കി ആത്മഗതമെന്നോണം ചോദിച്ചു. മോനെ, ഏതൊരു പെണ്ണിനെയും വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്ന ഒരു പാപിയാണല്ലോ ഇത്രയും കാലം ഞാൻ ചുമന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. സ്വന്തം മകളോട് പോലും. ഛേ! അത് പറഞ്ഞുകൊണ്ട് മിലിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു. മിലി അലോഷിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അലോഷി, എനിക്കെൻ്റെ മീരയമ്മയെ കാണണം. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം. അവൾ വല്ലാത്ത തേങ്ങലോടെ പറഞ്ഞു. കാർമേഘം നിറഞ്ഞ ആകാശം പോലെ ആ വീട് മൂടിക്കെട്ടി. എല്ലാ മനസ്സുകളും കണ്ണീരിൽ നനഞ്ഞു കുതിർന്നു. പിറ്റേന്ന് മാനന്തവാടിക്ക് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് ആ ദിവസം അവസാനിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളോടെ മീരയുടെ അധ്വാനത്തിന്റെ വീർപ്പ് നിറഞ്ഞ ആ വീട്ടിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി. എത്ര ശ്രമിച്ചിട്ടും ആ രാത്രി അലോഷിക്ക് ഉറങ്ങാനായില്ല. ഒടുവിൽ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അമ്മ സ്നേഹിച്ചു പരിപാലിച്ചു വളർത്തി വലുതാക്കിയ ചെടികളെ കണ്ടെങ്കിലും ഒന്ന് ആശ്വസിക്കാനാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് അവയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് ഡാനി അവിടെ നിൽക്കുന്ന കാഴ്ച അവൻ്റെ കണ്ണുകളിൽ പതിച്ചത്. ഡാനി ഉറങ്ങിയില്ലായിരുന്നോ? അലോഷി പതുക്കെ ചോദിച്ചു. ഇല്ല മോനെ, ഞാൻ നിന്റെ അമ്മയെ ഓർക്കുകയായിരുന്നു. നമ്മൾ നാളെ യാത്ര ആരംഭിക്കും മുൻപ് എനിക്ക് മോനോട് ചിലതുകൂടി പറയാനുണ്ട്. ഈ കാര്യത്തിൽ നിനക്കേ തീരുമാനമെടുക്കാനാകൂ, നിനക്ക് മാത്രം. ഡാനി അത് പറയുമ്പോൾ അലോഷി ചോദ്യരൂപത്തിൽ അയാളെ നോക്കി. മോനെ, നീ മീരയെ വെറുത്തതുപോലെ തന്നെ എന്നെയും വെറുക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ അമ്മയെ ആൽബിയുടെ തടവറയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചത്. മീര, അവൾ എനിക്ക് ജീവനായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഡാനിയെ കേട്ടുകൊണ്ടിരുന്ന അലോഷി കുറച്ചു നേരം മൗനമായി നിന്നു. ആ മൗനത്തിൽ അലോഷി എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഡാനി ഒന്ന് പതറി. പെട്ടെന്ന് അലോഷി ഡാനിയുടെ തോളിൽ കൈവച്ചു. ഡാനി, ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല. സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയതിൻ്റെ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഈ ചെടികൾ അമ്മയുടെ സ്നേഹം കൊണ്ട് പൂത്തതുപോലെ എൻ്റെ കുടുംബവും ഇനി പൂക്കും. അലോഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഡാനിയുടെ ഉള്ളിലെ ഭാരം വല്ലാതെ കുറഞ്ഞു. അലോഷി, ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ മീരയെ പരിചയപ്പെട്ട് അവളെപ്പറ്റി അടുത്തറിഞ്ഞ നാൾ മുതൽ അവളോട് എനിക്ക് എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നി തുടങ്ങി. ആദ്യമൊന്നും അവളോട് എനിക്കുള്ള വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അവളില്ലാതെ ജീവിക്കുക എന്നത് എന്നെ വല്ലാതെ തളർത്തിക്കളയുന്നു. തുടർന്ന് ഡാനി പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം അലോഷിയെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഒരു വലിയ ദുരന്തം തന്നെ തേടിയെത്താൻ പോകുന്നതിൻ്റെ ഭയം അവനിൽ നിഴലിച്ചു. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞുകൂടെ? അലോഷിയുടെ ശബ്ദത്തിൽ ദേഷ്യവും ഭയവും കലർന്നിരുന്നു. ഡാനി ദീർഘശ്വാസമെടുത്ത് അലോഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ശബ്ദം പതുക്കെ ഇടറി തുടങ്ങിയിരുന്നു. ശരി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. ഒരു മകനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം.
എങ്കിലും ഈ വേദന എനിക്ക് ഇനിയും ഉള്ളിൽ ഒതുക്കാനാവില്ല. മീര, അവളില്ലാതെ ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. നിന്റെ അമ്മയെ എനിക്ക് വിട്ടുതരാമോ? ഇനിയുള്ള ബാക്കി ജീവിതകാലം മുഴുവൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാൻ എൻ്റെ ഭാര്യയായി എനിക്ക് അവളെ തരാമോ? ഇന്നീ നിമിഷം വരെ ഈ ചോദ്യം ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. ഇനി ഞാനത് ചോദിച്ചാൽ പോലും നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ സമ്മതിക്കുമോ എന്നും എനിക്കറിയില്ല. പക്ഷെ നീ പറഞ്ഞാൽ അവൾ കേൾക്കും. എനിക്ക് വേണ്ടി എൻ്റെ ഈ അവസാന കാലം അവളോടൊപ്പം ചേർന്ന് സുന്ദരമാക്കാൻ നീ അവളോടൊന്ന് സംസാരിക്കാമോ? ഡാനിയുടെ ആ ചോദ്യം കേട്ടതും അലോഷ്യയുടെ ഉള്ളിൽ ദേഷ്യവും അസ്വസ്ഥതയും ഒരുപോലെ പുകഞ്ഞു. അവൻ്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു. നിർത്ത്, ഇത്തരം അസംബന്ധങ്ങൾ ഇനിയും പറയരുത്, അലോഷ്യ അലറി. അവൻ ദേഷ്യത്തോടെ തുടർന്നു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചു. അവരെ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവന് തുല്യം. ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രമേൽ കഠിന ഹൃദയനായി മാറിയത്. ഈ ലോകം മുഴുവൻ എനിക്ക് പകരമായി തന്നാലും എൻ്റെ അമ്മയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ അമ്മ എൻ്റേത് മാത്രമാണ്. അവരെ പങ്കുവയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാലത്തും ആർക്കും ഞാൻ അവരെ വിട്ടുകൊടുക്കുകയുമില്ല. ക്ഷോഭമടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഉദ്ദേശത്തോടെയാണ് നാളെ നിങ്ങൾ എൻ്റെ അമ്മയെ കാണാൻ വരുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളെ ഞാൻ അതിനനുവദിക്കില്ല. നാളെ പുലർച്ചെ തന്നെ നിങ്ങൾക്കിവിടെ നിന്നും മടങ്ങാം. എൻ്റെ അമ്മയുടെ ലോകത്ത് മറ്റൊരാൾക്ക് സ്ഥാനമില്ല. അവിടെ ഞാൻ മാത്രം മതി. അലോഷി പറഞ്ഞു നിർത്തുമ്പോൾ ആ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി നിന്ന ഡാനി പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. മീരയോട് തനിക്കുണ്ടായിരുന്ന അടങ്ങാത്ത പ്രണയം ആ നിമിഷം അവൻ്റെ നെഞ്ചിൽ വലിയൊരു ഭാരമായി മാറി. ആ വേദന താങ്ങാനാകാതെ അവൻ്റെ പാദങ്ങൾ ഇടറുന്നുണ്ടായിരുന്നു. നീ സ്വാർത്ഥനാണ് അലോഷി. ചിന്തകളിൽ മുഴുകിയിരുന്ന അലോഷി ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തൻ്റെ പിന്നിൽ അമൽ കൈകൾ കെട്ടി നിൽക്കുന്നു. അതെ, ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ എന്നും അങ്ങനെയാണ്. അത് പറയുമ്പോൾ അലോഷിയുടെ ശബ്ദത്തിൽ എന്തെന്നില്ലാത്ത ദേഷ്യം നിറഞ്ഞു നിന്നു. ആ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് മോശപ്പെട്ട ഒരു ഭൂതകാലമുണ്ടെന്ന് ആരോ പറഞ്ഞപ്പോൾ നീ അവരെ തള്ളിപ്പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ആ പാവ മനുഷ്യൻ വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതും അതേ സ്വാർത്ഥത കൊണ്ട് തന്നെയാണ്. അമൽ തൻ്റെ വാക്കുകളിലെ ക്രൂരത ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞു നിർത്തി. നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ. മിലിയുടെ ഡാഡി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ അറിയാത്ത സത്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതിന് നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്. എങ്കിലും ഞങ്ങൾക്കിടയിലേക്ക് ഇനി ആരും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. അലോഷിയുടെ വാക്കുകളിൽ അപ്പോഴും വല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. അലോഷി, അവർ നിന്റെ അമ്മയാണ്. അതോടൊപ്പം മജ്ജയും മാംസവുമുള്ള ഒരു സ്ത്രീ കൂടിയാണെന്ന കാര്യം നീ മറന്നു പോകരുത്. മനുഷ്യ സഹജമായ എല്ലാ ആഗ്രഹങ്ങളും ആ പാവത്തിനും ഉണ്ടായിരുന്നിരിക്കാം. അവരെ നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതം ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എൻ്റെ അമ്മയ്ക്ക് എന്നെ വിട്ടു പോകാനാകില്ല. എനിക്കവരെ വിട്ടു നൽകാനും കഴിയില്ല. അമലിൻ്റെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ ഒരു പരാജിതനെ പോലെ അലോഷി അത്രമാത്രം പറഞ്ഞു. എന്നാലും അമൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ തുടർന്നു. നിന്റെ ഡാഡി അവനൊരിക്കലും തിരികെ വരില്ല എന്ന് നമുക്ക് മീരയോട് പറയാനാകില്ല. മീരയ്ക്ക് ഒരു തുണയുണ്ടായാൽ അതിന് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇരണിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും. ഡാനിയുടെ സ്നേഹം മീരയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇനിയെങ്കിലും അവർക്കൊരു ജീവിതം നൽകാൻ നിനക്ക് കഴിയും. നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ആ പാവത്തെ എപ്പോഴും നിന്നിലേക്ക് തളച്ചിടുന്നത് എത്രമാത്രം ന്യായമാണ്. അമൽ ഒന്ന് നിർത്തി, പിന്നെ സാവധാനം തുടർന്നു. ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ ശിക്ഷയായി അവർ അനുഭവിച്ച വേദനകൾ ഒത്തിരിയാണ്. ആ വേദനകളെല്ലാം മറന്ന് കുറച്ചു കാലം സന്തോഷമായി ജീവിക്കാൻ അവർക്കും അർഹതയില്ലേ? അമൽ എങ്ങനെയെങ്കിലും അലോഷിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മറുപടി ഒന്നും പറയാതെ വല്ലാതെ തളർന്ന ഒരു നോട്ടം അമലിന് സമ്മാനിച്ചുകൊണ്ട് അലോഷി മൗനമായി അകത്തേക്ക് നടന്നു. ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആലോചനയോടെ ബെഡിൽ ചാരിയിരിക്കുന്ന മിലിയെ അവൻ കണ്ടു. മിലി, നീ എന്താ ഉറങ്ങാത്തത്? എന്തു പറ്റി? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അലോഷി ആശങ്കയോടെ ചോദിച്ചു. ഹേയ്, അതൊന്നുമല്ല. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നിന്നെ മുറിയിൽ കണ്ടില്ല, അതുകൊണ്ട് വെറുതെ കാത്തിരുന്നതാ. എനിക്ക് അമേലയെ ഒന്ന് കാണണം.
അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അല്പനേരം അവളോടൊന്ന് സംസാരിക്കണം. മിലി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അലോഷിയും അവളുടെ പിന്നാലെ തന്നെ കൂടി. കുട്ടികളുടെ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അകത്തു നിന്നും സംസാര ശബ്ദം കേട്ടു. അവരെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി മിലി വാതിലിനരികിൽ നിശബ്ദമായി കാതോർത്തു. മേറി, നമുക്ക് മീരയമ്മയെ ഡാഡിയോട് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും മീരയമ്മയെ മറക്കാൻ ഡാനിക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അമ്മയുടെ ഓർമ്മയിൽ തന്നെയാണ് ഡാഡി ജീവിക്കുന്നത്. അമേലിയുടെ ശബ്ദം ആ മുറിയിൽ നിന്നും ഉയർന്നു. അലോഷി അവന്റെ അമ്മയെ നമുക്ക് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മു. അല്ലെങ്കിലും അവനിൽ നിന്നും മീരയമ്മയെ പറിച്ചെടുക്കുന്നത് ക്രൂരതയല്ലേ? അത് വേണ്ട. നിന്റെ ഡാഡി അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അദ്ദേഹത്തിന് നല്ലതൊന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. മെറിയുടെ വേദന നിറഞ്ഞ ശബ്ദം ഉയർന്നു കേട്ടു. മെറി, അതെങ്ങനെയാ ക്രൂരതയാകുന്നത്? അമേലിയുടെ ശബ്ദത്തിൽ ഒരുതരം വാശിയുണ്ടായിരുന്നു. അലോഷിക്ക് ഇത്രയും പ്രായമായില്ലേ? ഇത്ര വർഷം അവൻ അവൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചില്ലേ? എനിക്കും ഡാഡിക്കും അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടോ? എനിക്കും അവകാശമില്ലേ ഒരമ്മയുടെ സ്നേഹത്തിന്? ഡാഡി ആഗ്രഹിക്കുന്നത് മീരയമ്മയ്ക്കൊപ്പം നല്ലൊരു ജീവിതമാണ്. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വാശി കാണിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അമ്മയെ ഉപേക്ഷിച്ച അലോഷിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ യാത്രയുടെ അവസാനം മീരയമ്മ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഡാനി തകർന്നു പോകും. പിന്നെ എനിക്ക് ആരും ഉണ്ടാകില്ല. നീയെങ്കിലും അലോഷിയോടൊന്ന് സംസാരിക്കാമോ? മീരയമ്മയെ എൻ്റെ ഡാഡിക്ക് വിട്ടുതരാൻ. വിറയലോടെ പറഞ്ഞു തുടങ്ങിയ അമേലിയുടെ വാക്കുകൾ അവസാനമായപ്പോൾ വല്ലാതെ ഇടറിപ്പോയിരുന്നു. അമ്മുക്കുട്ടി, നമ്മളൊക്കെ വിദേശികളല്ലേ? നമുക്കൊക്കെ നല്ലൊരു സ്ട്രോങ് മനസ്സുണ്ട്. പക്ഷേ അവനൊരു സാധാരണക്കാരനാണ്, വെറുമൊരു ഇന്ത്യൻ പൗരൻ. അവന് തൻ്റെ അമ്മയെ വിട്ടുപിരിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അത് വിട്ടേരെ. അമ്മയെ ഒരു നോക്ക് കാണുക, തിരിച്ചു മടങ്ങുക. അതുമാത്രമാണ് ഈ ജന്മത്ത് നിനക്ക് വിധിച്ചിട്ടുള്ള സന്തോഷം. ഇങ്ങോട്ട് വരും മുൻപ് നീ ഡാഡിക്ക് കൊടുത്ത വാക്ക് മറക്കണ്ട. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ സങ്കടമൊക്കെ മാറും. നിന്റെ ഡാനി അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ജീവിതത്തിലേക്ക് ആരെയും ഇൻവൈറ്റ് ചെയ്യാതിരിക്കുകയാണ് നമുക്ക് നല്ലത്. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മെറി പറഞ്ഞു. കുറച്ചു നേരം നിശബ്ദമായിരുന്നിട്ട് മെറി തുടർന്നു. അമ്മു, നിനക്ക് നിന്റെ സഹോദരനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ അമ്മയെ അവന് വിട്ടുകൊടുത്ത് നീ തിരികെ മടങ്ങണം. അവൻ അനുവദിച്ചാൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ നിനക്ക് നിന്റെ അമ്മയെ കാണാൻ സാധിക്കും. സഹോദരൻ്റെ സ്നേഹം അനുഭവിക്കാനും സാധിക്കും. അതുമതി, കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട. മെറി അത് പറഞ്ഞു നിർത്തിയപ്പോൾ ആ മുറിക്കുള്ളിൽ നിശബ്ദത നിറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് നിശബ്ദനായി മുറിയിലേക്ക് മടങ്ങുമ്പോൾ മിലി പതിഞ്ഞ സ്വരത്തിൽ അലോഷിയോട് ചോദിച്ചു. അലോഷി, അപ്പോൾ ഡാനി അവൻ മീരയ്ക്ക് വേണ്ടിയാണോ വന്നത്? അതെ മിലി, ഡാനി അമ്മയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. അമ്മയെ തനിക്ക് വിട്ടുകൊടുക്കാമോ എന്ന് പോലും അവൻ എന്നോട് ചോദിച്ചു. പക്ഷെ എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയെ അവർക്ക് വിട്ടുകൊടുക്കുന്നത്? ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണെങ്കിലും എൻ്റെ അമ്മയെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുമാത്രം ആരും എന്നോട് പറയരുത്. വിറങ്ങലിച്ച മനസ്സോടെ അലോഷി അത് പറഞ്ഞു നിർത്തുമ്പോൾ മിലി വല്ലാത്ത വേദനയോടെ അവനെ നോക്കി. തകർന്ന മനസ്സോടെ അവർ രണ്ടുപേരും പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.